ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ബേബി ഫ്രോക്കാണിത്. ആദ്യം നമുക്ക് ചാർട്ട് പേപ്പർ മാർക്ക് ചെയ്തെടുക്കാം. ലെങ്ത് 21 ഇഞ്ച്, ഫ്ലയർ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അടുത്തതായി ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ താഴോട്ടേക്ക് ആം ഹോളും 4.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് വരച്ചെടുക്കാം. ചെസ്റ്റ് സീം അലവൻസോട് കൂടിയിട്ട് 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ആം ഹോള് ഷേപ്പ് ചെയ്തെടുക്കുക. ചെസ്റ്റിൽ നിന്നും ഫ്ലെയറിലേക്ക് നമ്മൾ വരച്ചെടുക്കുകയാണ് വേണ്ടത്. തായ് ഭാഗം 1/2 ഇഞ്ച് കർവ് ചെയ്ത് നമ്മൾ വരച്ചെടുക്കുക. അടുത്തതായി നെക്ക് വൈഡ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നെക്ക് ലെങ്ത്ത് 2.5 മാർക്ക് ചെയ്തെടുത്തിട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ബാക്കും ഫ്രണ്ടും ഒരേ അളവാണ് ചെയ്തെടുക്കുന്നത്. ഇനി മുകളിൽ നിന്നും താഴോട്ടേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുക്കുക. ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഈ സെയിം അളവ് തന്നെ നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്തെടുത്തതാണിത്. ക്ലോത്ത് ഡബിൾ ഫോൾഡിൽ മടക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ബാക്കി വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. യോക്ക് പാർട്ടും വെട്ടി മാറ്റിയെടുക്കാം. യോക്ക് പാർട്ടിന് ഇതേ സെയിം തുണിയിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നെക്ക് കട്ട് ചെയ്തെടുക്കരുത്. ക്ലോത്ത് ഡബിൾ ഫോൾഡിൽ മടക്കി വെച്ചിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് വെച്ചിട്ട് നെക്കടിച്ച് മറിച്ചെടുക്കേണ്ടതാണിത്. ഫ്രില്ലിടാനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഡബിൾ ഫോൾഡിൽ വെച്ചിട്ട് വിഡ്ത്ത് 4 ഇഞ്ചും ലെങ്ത്ത് 12 ഇഞ്ചും ഉള്ള ക്ലോത്താണിത്. ഇതിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ച്ചെടുക്കാം. താഴ്ഭാഗം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ ഒരു 1/2 ഇഞ്ചിലൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. പ്ലീറ്റ് ഇടാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ നൂല് വലിച്ച്
കൊടുത്താൽ എളുപ്പം പ്ലീറ്റ് ഇട്ടെടുക്കാം നമുക്ക്. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല വശവും ഉൾഭാഗത്തേക്കാക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. ബേക്ക് പാർട്ടിന് നമുക്ക് ചെറിയൊരു ഓപ്പൺ വെച്ച് കൊടുക്കാം, ഒരു 1.5 ഇഞ്ച് ലെങ്ത്തിൽ. നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ വശം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ ഫ്രണ്ടും ബാക്കും ചെയ്തെടുക്കാം. ബാക്ക് വശം ചെയ്തെടുക്കുമ്പം അതിൻ്റെ ഓപ്പണിലൂടെയും കട്ട് ചെയ്തെടുക്കണം. അടിച്ച അറ്റം വരെ കട്ട് ചെയ്തെടുത്തിട്ട് വേണം ബാക്ക് മറിച്ചെടുക്കാൻ. ഫ്രണ്ട് ഭാഗം നമ്മൾ പ്രസ് ചെയ്തിട്ട് അടിക്കുക, പുറത്ത് വെച്ചിട്ട്. ബാക്ക് വശം പ്രസ് ചെയ്ത് അടിക്കേണ്ടതില്ല, ഷോൾഡർ കൂട്ടിയതിന് ശേഷം അടിച്ചാൽ മതി. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഷോൾഡർ കൂട്ടിയെടുക്കുക. പാർട്ട് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി തായ് ഭാഗത്തേക്ക് നമുക്ക് പ്ലീറ്റ് ഇട്ട ക്ലോത്ത് വെച്ച് അടിക്കുകയാണ് വേണ്ടത്. രണ്ട് വശവും ഇങ്ങനെ അടിച്ചെടുക്കുക. ഇത് അടിച്ചെടുത്തു. ഇനി ഇത് യോക്ക് പാർട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. നല്ല വശം ഉൾഭാഗത്തേക്കാക്കിയിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ. ഇതുപോലെ രണ്ട് ഭാഗത്തും വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ആം ഹോളിന് ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കണം. ഇങ്ങനെ അടിച്ചതിന് ശേഷം ഉള്ളോട്ടേക്ക് മറിച്ചടിക്കുകയാണ് വേണ്ടത്. നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ച് തയ്ച്ചെടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് തായ് ഭാഗം മടക്കി തയ്ച്ചെടുക്കുക. ഇതോടുകൂടി ഈ ഫ്രോക്ക് ഫിനിഷായി. വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണിത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.